കാഴ്ചകൾ തുടങ്ങുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും കലിഡോസ്കോപ്പിലേക്ക് സ്വാഗതം. ഈ ആഴ്ച കാഴ്ചകളിൽ നമ്മൾ പറയുന്നത് ചെല്ലഞ്ചി എന്ന ഗ്രാമത്തിലെ ഓണക്കളികളെ കുറിച്ചാണ്. 28ാം ഓണ ദിവസം ഇവർ നടത്തുന്ന വ്യത്യസ്തമായ കളികൾ പരിചയപ്പെടാം. മറ്റൊന്ന് കൊച്ചി നഗരത്തിലെ പീക്കിരി പിള്ളേര് റോളർ സ്കേറ്റിംഗ് പഠിക്കുന്നതിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഈ ആഴ്ച കലിഡോസ്കോപ്പ് ഒരു പ്രാസംഗികനെയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരും. കുറ്റിപ്പുറത്തു നിന്നുള്ള സിദ്ദിഖലി റാങ്ങാറ്റൂർ. അങ്ങനെ വ്യത്യസ്തമാർന്ന കാഴ്ചകളുമായി കലിഡോസ്കോപ്പ് തുടങ്ങുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കാഴ്ചകളിലേക്ക് സ്വാഗതം. നാട് മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. ഒരു പഞ്ചായത്ത് മെമ്പറുടെ പ്രസംഗത്തോടെയാണ് കലിഡോസ്കോപ്പിന്റെ ഈ ആഴ്ചത്തെ കാഴ്ചകൾ തുടങ്ങുന്നത്. സിദ്ദിഖലി റാങ്ങാട്ടൂർ എന്ന പ്രാസംഗികനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. CHന്റെ ശൈലിയും സീതി സാഹിബിന്റെ നർമ്മവുമാണ് സിദ്ദിഖലി റാങ്ങാട്ടൂരിന്റെ പ്രസംഗത്തെ വേറിട്ടതാക്കുന്നത്. അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായി മാറിയ സിദ്ദിഖലി റാങ്ങാട്ടൂരിന്റെ പ്രസംഗത്തോടെയാണ് കലിഡോസ്കോപ്പിന്റെ ഈ ആഴ്ച തുടങ്ങുന്നത്. റോഡൊന്ന് നന്നാക്കിക്കൂടെ? എന്റെ മുനീർ സാഹിബ് ആ റോഡ് നന്നാക്കിയപ്പോഴാണ് ഒരു വിദേശി വന്നിട്ട് ചോദിച്ചത്, ആരാണ് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി? ആ റൂമിൽ അതാ അനക്സിന്റെ വാതിൽ മുട്ടി. സൂര്യപ്രഭ പോലെ അത്തോളിയിലെ മുത്ത് CHന്റെ പുന്നാരമോൻ മുനീറിന് കടന്നു വന്നു. ആ വിദേശി പറഞ്ഞത് കേക്കണം ലീഗ് വിരോധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്താ വിദേശി പറഞ്ഞത്? മോനെ മുനീറെ, നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്നാ. മാറ്റിച്ചേരാ മോനെ മുനീറെ, നിന്റെ മുഖം പോലെ സുന്ദരമാണ് നാഷണൽ ഹൈവേ എന്നാ. സഖാവേ, മുനീർ സുന്ദരനാ, ഓ വല്ലാത്തൊരു സംഭവമാണ്. അതേമാതിരി ഒന്ന് എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പൊ ഈ മാറ്റിച്ചേരോട് ചോദിച്ചോക്കാണ്, എന്താ സഖാവേ റോഡ് നേരാക്കാത്തത്? മഴല്ലേ മഴ. അപ്പൊ സഖാവേ എപ്പോഴും കറണ്ട് കട്ടാണല്ലോ. മഴ വേണ്ടേ മഴ. ഏതാ വിശ്വസിക്കുക മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഒരു ഭരണം കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? യൂട്യൂബിലൂടെ ലക്ഷക്കണക്കിന് മലയാളികൾ കണ്ടാസ്വദിച്ച പ്രസംഗമാണിത്. ഈ പ്രാസംഗിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, സിദ്ദിഖലി റാങ്ങാട്ടൂർ. ഒരു പഞ്ചായത്ത് മെമ്പർ പ്രസംഗിച്ചാൽ കൂടിപ്പോയാൽ അടുത്ത പഞ്ചായത്ത് വരെ കേൾക്കും. എന്നാൽ സിദ്ദിഖലിയുടെ പ്രസംഗം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല, ആസ്വദിക്കാത്ത രാഷ്ട്രീയക്കാരും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഓരോ തെരുവും പ്രസംഗമുഖരിതമാകുമ്പോൾ കലിഡോസ്കോപ്പ് ഈ യൂട്യൂബ് പ്രാസംഗികനെ പരിചയപ്പെടുത്തുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് സിദ്ദിഖലി റാങ്ങാട്ടൂരിന്റെ പ്രസംഗം. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായും പൊതുപ്രവർത്തകനായി മാറിയപ്പോൾ പ്രസംഗം തുറപ്പുചീട്ടാക്കി. ഞാൻ ചോദിക്കുന്നു, മാറ്റിച്ചേരാ, ഇങ്ങനെ കറണ്ട് കട്ടുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളെ ഭരണത്തിൽ കറണ്ടിന് ചാർജ് കുറച്ചു എന്ന് മാത്രമല്ല, എമർജൻസി മുഴുവൻ കേടുന്നു. കാരണം എന്താ? ഉപയോഗിക്കായിട്ട്. എന്നാ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? രാവിലെ കറണ്ട് പോണ്, ഉച്ചക്ക് കറണ്ട് പോണ്, വൈകുന്നേരം കറണ്ട് പോണ്, എന്നിട്ട് കറണ്ട് കട്ട് യശാമാരിവിന്റെ ഇടയിൽ. മാറ്റിച്ചേർ, ഇതിൽ യഥാർത്ഥത്തിൽ കട്ട് ഏതാ? രാവിലെ പോയതാ, ഉച്ചക്ക് പോയതാ, വൈകുന്നേരം? ഏതാണോ ഇതിൽ യഥാർത്ഥത്തിൽ കട്ട്? പണ്ട് ഒരു ഡോക്ടറെ അടുത്ത് നല്ല തടിയനായ ഒരുത്തനും പോയിട്ട് പറഞ്ഞു, ഡോക്ടർ അവിടെ ഇവിടെയൊക്കെ ഒരു വേദന ഉണ്ട്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ബേജാറാകണ്ട, ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ഡോക്ടർ എഴുതി കൊടുത്തു, രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് 1 കോരി ചോറ്, വൈകിട്ട് 2 കപ്പ് കഞ്ഞി. ഇത് കേട്ട് ഈ സാധു ആകെ മൊത്തം നോക്കി. രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് 1 കോരി ചോറ്, വൈകിട്ട് 2 കപ്പ് കഞ്ഞി. പുറത്തേക്കിറങ്ങി. തീറ്റപ്രിയനായ ഇയാൾക്ക് സംശയം തീർന്നില്ല. വാതിൽ മുട്ടി. ഡോക്ടറുടെ അടുത്തേക്ക് തലട്ടിട്ട് ചോദിച്ചു, ഡോക്ടർ, രാവിലെ 2 ഇഡ്ഡലി, ഉച്ചക്ക് 1 കോരി ചോറ്, വൈകിട്ട് 2 കപ്പ് കഞ്ഞി എന്ന് നിങ്ങൾ ഈ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ മുമ്പ് അതാ ശേഷം? അതിനുള്ള ഭക്ഷണം മാറ്റിത്തര. രാവിലെ കറണ്ട് പോണ്, വൈകുന്നേരം കറണ്ട് പോണ്. എന്താ സ്ഥിതി? ആലോചിക്കണം സുഹൃത്തുക്കളെ, ഇവർക്ക് കഴിയില്ല. CHന്റെ പ്രയോഗങ്ങളും സീതി ഹാജിയുടെ ശൈലിയും കടങ്ങുണ്ടായിരുന്നു സിദ്ദിഖലിയുടെ തുടക്കം. എന്നാൽ പിന്നീടത് സ്വന്തം ശൈലിയിലേക്ക് രൂപമാറ്റം കൊണ്ടു. കൊരമ്പയിലും സമധാനിയുമെല്ലാം പ്രസംഗിക്കാനെത്തുന്നത് വൈകുന്നത് കാരണം താൻ ഒരു പൈലറ്റ് പ്രാസംഗിനായി പേരെടുത്തുവെന്ന് ഇദ്ദേഹം പറയുന്നു. പ്രസംഗം ഒരുപാട് സൗഹൃദങ്ങൾ സമ്മാനിച്ചതായി സിദ്ദിഖലി പറയുന്നു. കുറെ ആളുകളുമായുള്ള കണക്ഷൻ, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. സമൂഹത്തിൽ നിന്ന് ആകെ 2 കണക്ഷനുള്ളൂ എന്റെ അറിവ്, ഫോൺ കണക്ഷനും ഗ്യാസ് കണക്ഷനും. പോരാ, മനുഷ്യ കണക്ഷൻ ഉണ്ട്. അതിന് ഏറ്റവും നല്ല സംഭവമാണ് നമ്മളൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എത്രയോ ആളുകൾ അവിടെ അങ്ങാടിയിൽ വന്നിട്ട് പലരും. ഇപ്പോൾ വളപട്ടണത്തുനിന്ന് അബ്ദുള്ളക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ, കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളപട്ടണത്തുനിന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒരു കുടുംബയോഗം കഴിയുമ്പോൾ അദ്ദേഹം കാത്തു നിൽക്കണം.
ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് മൊബൈലിൽ നിന്ന് കേൾപ്പിച്ചു, ഇത് നിങ്ങളല്ലേ ചോദിച്ചിട്ട് എനിക്ക് എന്റെ കണ്ണ് നടന്നു. ഇതുവരെ പ്രസംഗിച്ച വേദികളിൽ നിന്നെല്ലാം ലഭിച്ച ബാഡ്ജുകൾ സിദ്ദിഖ് അലി സൂക്ഷിക്കുന്നു. തിരുവനന്തപുരം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇദ്ദേഹം ലീഗിന്റെ ക്രൗഡ് പുള്ളറായി. കുറ്റിപ്പുറം പഞ്ചായത്തിലെ 21ാം വാർഡ് മെമ്പറായ സിദ്ദിഖ് അലി യൂത്ത് ലീഗിന്റെ സംസ്ഥാന കൌൺസിൽ അംഗം കൂടിയാണ്. ഇനി സിദ്ദിഖ് അലിയുടെ മക്കളുടെ പേര് കേൾക്കാം. പ്രസംഗത്തിൽ മാത്രമല്ല പ്രാസമെന്ന് തിരിച്ചറിയുക. പെൺമക്കളുടെ പേരുകൾ സുവൈബത്തുൽ അസ്ലമിയ, സുലൈമത്തുൽ അൻസരിയ, സുഹൈലത്തുൽ അഹ്ലിലിയ. ഒരാൺകുട്ടി കൂടി ജനിച്ചു. പേര് മുഹമ്മദ് ആരിഫ് അലി. കഥയും കവിതയും പ്രസംഗവും ചിരിയും പടർത്തി നാടുനീളെ പ്രസംഗികനാകുന്ന സിദ്ദിഖ് അലിക്ക് പക്ഷേ ഒരു സ്വകാര്യ ദുഃഖമുണ്ട്. സ്വന്തമായൊരു വീടില്ല. ഈ വീട് വാടക വീടാണ്. പ്രസംഗം ഇപ്പോഴും സിദ്ദിഖ് അലി തുടരുന്നു. കാസർകോട്ടേക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയോ ബസ്സിൽ? എന്റെ അമ്മ എന്നോട് ചോദിച്ചു, പയ്യന്നൂരിലേക്ക് എത്ര? 21. എന്നാൽ തിരൂരിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നത് 75 റുപ്യ ഓട്ടോറിക്ഷക്ക്. അമ്മ ചോദിച്ചു, തിരൂരിക്കാ ദൂരം അതാ തിരൂരിന്ന് പയ്യന്നൂരിക്കാ ദൂരം എന്ന് ചോദിച്ചു. അതാണ് തിരൂരിന്ന് പയ്യന്നൂരിക്കാ ദൂരം. പക്ഷെ അതെന്താ? അത് ഇ അഹമ്മദിന്റെ വണ്ടിയാണ്, ഇത് അച്യുതാനന്ദന്റെ വണ്ടിയാണ്. ആ വ്യത്യാസ. എടോ മാർക്സിസ്റ്റേരാ, ഇ അഹമ്മദിനൊന്നും നിങ്ങൾ വ്യോമയാന മന്ത്രിയാക്കേണ്ട ചങ്ങായിമാരെ. അഥവാ വ്യോമയാന മന്ത്രിയാക്കിയ ഇ അഹമ്മദൊക്കെ 250 റുപ്യക്ക് അബുദാബി കൊണ്ടുപോകാൻ തുടങ്ങൂലേ? കണക്കിലൊക്കെ എയർപോർട്ടിൽ അബുദാബി തന്നെ ഗ്യാപ്പ് ഒപ്പിക്കണ വിമാനം അങ്ങനെ ഇറങ്ങാൻ തുടങ്ങൂലേ? എന്താടോ ഞങ്ങളെ ഏൽപ്പിക്ക്, ഞങ്ങളതൊക്കെ മനോഹരമായി കൈകാര്യം ചെയ്യും.